എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ രാജ്യത്താകെയുള്ള തൊഴിൽ മേഖലയിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ IT, ഹെൽത്ത്, ടെക് സെക്ടറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ കോറോ ഹെൽത്തിൽ കണ്ടു തുടങ്ങുന്നത്. കോവിഡ് കാലത്ത് ഔട്ട്സോഴ്സിംഗിന്റെ ഒക്കെ ഭാഗമായി വൻതോതിൽ നിയമനം നടത്തിയ കമ്പനികൾ ഇപ്പോൾ ബിസിനസ് പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ്. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലുടമകൾക്ക് നൽകുന്ന സൗകര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഇവർ പറയുമ്പോൾ പോലും നമുക്കതിനെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു ലേഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ചപ്പോൾ അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നതിന് കാരണമായിട്ട് പറയുന്നത് AI ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ AI ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങളിൽ ഇനിയുള്ള ഒരു 4-5 വർഷം തീർച്ചയായിട്ടും ഇവിടെ ഒരു ലേ ഓഫും തൊഴിൽ നഷ്ടവും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പിരിച്ചുവിടുന്നതിനോടൊപ്പം തന്നെ ഈ AI ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവൾ പറയുന്ന സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഓട്ടോമേഷനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇതുപോലെയുള്ള വർക്കുകൾ. കാരണം ഇതൊരു റിപ്പീറ്റേഷൻ കൈൻഡ് ഓഫ് വർക്കാണ്. ഈ പറയുന്ന മെഡിക്കൽ കോഡിംഗ് ആയാലും പല ഔട്ട്സോഴ്സിംഗ് വർക്കായാലും നമുക്ക് ഒന്ന് പഠിച്ചാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന മോഡലിലുള്ള വർക്കാണ്. അവിടെയാണ് ഓട്ടോമേഷനുള്ള സാധ്യത, AIക്കുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയാൽ അറിയാം, പല ഇൻഡസ്ട്രിയിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ലേ ഓഫും പിരിച്ചുവിടലിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് മുന്നിൽ വെക്കുന്ന വലിയ ആശങ്കകളുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരം തൊഴിൽ മേഖലകളിലേക്ക് ഇനി ശ്രദ്ധിച്ചു നോക്കേണ്ടത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പറയുന്നത് 2030 ലോകത്ത് ഏകദേശം 9.2 കോടി ജോലികൾ ഇല്ലാതാകുമെന്നാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ജോലി പോകുമെന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 17 കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇതോടൊപ്പം. പക്ഷെ ആ തൊഴിൽ മേഖല ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതാകണമെന്നില്ല. ഭയം വേണ്ട, ജാഗ്രത മതി. 17 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ജോലി പൂർണ്ണമായി ഇല്ലാതാകുമെന്നല്ല, ജോലിയുടെ സ്വഭാവം മാറുമെന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയായ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അവരുടെ വിലയിരുത്തൽ പ്രകാരം 30 കോടി ഫുൾ ടൈം ജോലികളെ, അതായത് പൂർണ്ണ സമയം നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് പോലെയുള്ള 30 കോടി ജോലികളെയാണ് ഇനി AI വരുന്നതോടുകൂടി അത് ബാധിക്കാൻ പോകുന്നത്. പക്ഷേ 30 കോടി പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. ആ ജോലിയുടെ വലിയൊരു ഭാഗം AI ഏറ്റെടുത്തേക്കും. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഇത് കാര്യമായി ബാധിക്കപ്പെടുക എന്ന് നോക്കാം. അത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, മെഡിക്കൽ കോഡിംഗ്, BPO സേവനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ജോലികളെ ആയിരിക്കും ഒരുപക്ഷെ ഇത് വളരെ കാര്യമായി ബാധിക്കുക. PPO സേവനങ്ങൾ, കസ്റ്റമർ സപ്പോർട്ട്, ഡാറ്റ പ്രോസസ്സിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇത് ആദ്യം തന്നെ വരും. പ്രത്യേകിച്ച് അമേരിക്കൻ ഹെൽത്ത് കെയർ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഇപ്പോൾ തന്നെ AI അസിസ്റ്റഡ് സോഫ്റ്റ്വെയറുകളൊക്കെ വളരെ വേഗത്തിൽ വ്യാപകമാവുകയാണ്. അപ്പോൾ നമുക്കിതിന് മറ്റൊരു വശമുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും അതിന് മറ്റൊരു വഴി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരു വശമുണ്ടാകുമല്ലോ. AI കാരണം ഇല്ലാതാകുന്ന ജോലികൾക്ക് പകരം പുതിയ തൊഴിൽ മേഖലകൾ ഉയർന്നു വരികയാണ്. ഉദാഹരണത്തിന് AI എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തൊഴിൽ മേഖലയായി ഉയർന്നു വരാൻ പോവുകയാണ്. ഈ മേഖലകളിൽ സൈബർ സുരക്ഷ, നമുക്കറിയാം ഇപ്പോൾ നമ്മളൊക്കെ എല്ലാം ഒട്ടും സുരക്ഷിതരല്ലാത്ത ഒരു സൈബർ ലോകത്ത് ജീവിക്കുകയാണ്. സൈബർ സുരക്ഷ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI ക്വാളിറ്റി അഷ്വറൻസ്, AI ഗവേണൻസ്, അങ്ങനെ പല പല മേഖലകളിൽ AI ബന്ധപ്പെട്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ വഴിയേ ഉണ്ടാവൂ, അപ്സ്കില്ലിംഗ്. നിങ്ങൾക്കിപ്പോൾ ഉള്ള സ്കില്ലുകളെ മികച്ചതാക്കുക, മെച്ചപ്പെടുത്തുക, പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുക, പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക മാത്രമായിരിക്കും ഇനി നമുക്ക് മുന്നിലുള്ള വഴി. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തൊഴിൽ മേഖലകളിൽ ഇതിനെ ഒരു മുന്നറിയിപ്പും അതേസമയം ഒരു അവസരവുമായി കാണണമെന്നാണ് ചുരുക്കം. റീസ്കില്ലിങ്ങും, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും, പുതിയ കഴിവുകൾ പഠിച്ചെടുക്കേണ്ടി വരും. അപ്സ്കില്ലിംഗ്, നിലവിലുള്ള തൊഴിലുകളേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ പുതിയ മേഖലയിൽ അപ്സ്കില്ലിംഗ് ചെയ്യേണ്ടി വരും. ഇനി അത് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒന്നല്ല, അത് ഒരു അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. അതിലേക്കുള്ള ഒരു സൂചനയായി വേണമെങ്കിൽ നമുക്ക് ഈ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ
പരിഗണിക്കാം. കാരണം നമ്മുടെ തൊഴിൽ നിയമങ്ങൾ നമുക്ക് അത്രത്തോളം സുരക്ഷിതത്വം തരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോറോ ഹെൽത്തിന്റെ കാര്യത്തിൽ സർക്കാർ കൂടെയുണ്ട്, പക്ഷേ ആ കമ്പനിയെ നമുക്കൊന്ന് തൊടാൻ പോലും, അല്ലെങ്കിൽ ആ കമ്പനിയോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നത് ഒരു യാഥാർത്ഥ്യം.